എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 27-ാം ദശകത്തിലെ 6-മത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തൽപ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ക്ഷുബ്ധാദ്രൗ കടകോലായ മന്ദരപർവ്വതം, ക്ഷുഭിതജലോദരേ വെള്ളത്തിൻ്റെ ഉൾഭാഗം, തദാനീം അപ്പോൾ, ദുഗ്ധാബ്ദൗ ആകെ കലങ്ങിമറിയുന്ന പാലാഴിയിൽ, ഗുരുതരഭാരതോ മഹത്തായ ഭാരത്താൽ, നിമഗ്നേ താണുപോവുകയും, ദേവേഷു ദേവന്മാർ, വ്യഥിതതമേഷു വളരെയധികം ദുഃഖിക്കുകയും ചെയ്ത സമയത്ത്, തൽപ്രിയൈഷീ ആ ദേവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി, പ്രാണൈഷീ കമഠതനും കൂർമ്മത്തിൻ്റെ ശരീരം സ്വീകരിച്ചു, കഠോരപൃഷ്ടാം ഉറപ്പുള്ള പൃഷ്ഠത്തോടു കൂടിയ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് പാലാഴി കടയാൻ തുടങ്ങി ദേവാസുരന്മാർ ചേർന്ന്. ആ സമയത്ത് സമുദ്രത്തെ മുഴുവൻ ഇളക്കി മറിച്ച ആ മന്ദരപർവ്വതം പെരുതായ കനം മൂലം പാലാഴിയിൽ അങ്ങോട്ട് മുങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് കടച്ചിൽ നല്ല എളുപ്പമായതുപോലെ തോന്നി. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി മന്ദരപർവ്വതം താഴ്ന്നു പോയതുകൊണ്ടാണ് ഇത് കടയാൻ എളുപ്പമായത് എന്ന്. അപ്പോൾ അവർക്ക് ദുഃഖമായി. ദേവന്മാർക്ക് ദുഃഖം വന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ ഉറപ്പുള്ള പൃഷ്ഠത്തോടുകൂടി കൂർമാവതാരം എടുത്തു, അതായത് ആമയുടെ ശരീരം പൂണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദേവന്മാരെ സഹായിക്കുന്നതിനു വേണ്ടി കൂർമാവതാരം എടുത്ത ഭഗവാൻ സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് ഈ മന്ദരപർവ്വതത്തെ തൻ്റെ ഉറപ്പുള്ള പൃഷ്ഠഭാഗം കൊണ്ട് പൊന്തിച്ചു കൊണ്ടുവന്നു. ഹരേ കൃഷ്ണ.